السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه الشرفاء أما بعد. ഒരു തുള്ളി വെളിച്ചം വാട്സാപ്പ് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രാസ്ഥാനികത്തിൽ 2 വിഷയാവതരണം കഴിഞ്ഞ് മൂന്നാമത്തേതിലാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണവും അതിന്റെ പശ്ചാത്തലവും അതിനുശേഷം അത് മുന്നോട്ട് വെക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളുമാണ് ഇതുവരെ പ്രതിപാദിച്ചത്. 1926 മുതൽ 1950 വരെ മഹത്തായ ഈ പ്രസ്ഥാനം പുതു സമ്മേളനങ്ങളും ആശയ സംവാദങ്ങളും ചർച്ചാവേദികളും നടത്തി കേരളീയ സാമൂഹിക മനസ്സിന് സമസ്ത കൂടുതൽ ശ്രദ്ധയാകർഷിക്കാനാണ് ആ കാലഘട്ടം ശ്രമിച്ചത്. 1927 1944 ഇടയിൽ വമ്പിച്ച ജനശ്രദ്ധ ആകർഷിച്ച 15 വാർഷിക മഹാസമ്മേളനങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ 1950 സംഘടന കേരളത്തിൽ കൂടുതൽ വേരൂന്നുകയും ശക്തി പ്രാപിക്കുകയും പിന്നീട് 8 പൊതുസമ്മേളനങ്ങൾ കൂടി നടത്തുകയും ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഥമ കൂടിയാലോചന നടത്തി അതിനു വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തെ 1934 നവംബർ 12 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ നിലവിലുണ്ടായിരുന്ന അന്നത്തെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഖജാൻജി, മുഷാവറ അംഗങ്ങളെ മൊത്തത്തിൽ ഒന്ന് പേര് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രസിഡന്റായി അങ്ങോട്ട് പുത്തമ്പീടിയക്കൽ മുഹമ്മദ് കുട്ടി മൗലവി പാങ്, വൈസ് പ്രസിഡന്റുമാരായി കുളമ്പിൽ അബ്ദുൽ ബാരി മൗലവി വാളക്കുളം, കുന്നുമൽ മാമന്തുടി അബ്ദുൽ ഖാദർ മൗലവി മങ്കട പള്ളിപ്പുറം, മൗലവി ഫാദിൽ ടി കെ മുഹമ്മദ് മീരാൻ മുസ്ലിയാർ തിരുവാലി, അമ്പലപ്പുറത്ത് ഇമ്പച്ച് അഹമ്മദ് മുഹമ്മദ് മൗലവി ഫാറൂഖ് വൈസ് പ്രസിഡന്റ് ഇവരായിരുന്നു. സെക്രട്ടറിയായി പഴയ പള്ളി വീട്ടിൽ മുഹമ്മദ് ഹാജി കോഴിക്കോട്ടുകാരനായ അദ്ദേഹവും, അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി എരഞ്ഞിക്കൽ അഹമ്മദ് മൗലവി ഫാറൂഖും, വലിയ കുലയങ്ങൽ മുഹമ്മദ് മൗലവി മുദാഖര കോഴിക്കോടുള്ള ആളും ഇവരായിരുന്നു. ട്രഷററായി പുതിയകത്ത് മുഹമ്മദ് കോയ ഹാജി കോഴിക്കോട്ടുകാരനായ അദ്ദേഹമായിരുന്നു. ഇനിയുള്ള ആളുകൾ മുഷാവറ അംഗങ്ങളടക്കമുള്ള ആളുകളാണ്. പുതാറമ്പത്ത് ഷിഹാബുദ്ദീൻ അബൂ സഹാദത്ത് അഹമ്മദ് കോയ മൗലവി ചാലിയം, പുത്തനത്ത് പീടിയക്കൽ മുഹമ്മദ് മൗലവി ബേപ്പൂര്, സയ്യിദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് പൂക്കോയ തങ്ങൾ മമ്പാട്, കരിമനക്കൽ മുഹമ്മദ് കുട്ടി മൗലവി കൈപ്പറ്റ, കുളപ്പുറത്ത് കുഞ്ഞഹമ്മദ് മൗലവി ഇരുമ്പലാശ്ശേരി, പാനായിക്കുളത്ത് കരുവേലിപ്പറമ്പിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ കാഞ്ഞിരമുക്കിൽ, ചെറിയ മുണ്ടൻകുണ്ടിൽ കുഞ്ഞിപ്പോക്കർ മൗലവി കൽപ്പകഞ്ചേരി, പോക്കാവിൽ ഉണ്ണിയാലിക്കുട്ടി മൗലവി കുറ്റിപ്പാല, കൊടമ്പിയകത്ത് മുഹമ്മദ് മൗലവി പൊന്നാനി, നാലകത്ത് മരക്കാർ കുട്ടി മൗലവി മഞ്ചേരി, കരിമനക്കൽ സദക്കത്തുള്ള മൗലവി മമ്പാട്, മണ്ടത്തൊടിയിൽ കാപ്പാട്ട് മുഹമ്മദ് മൗലവി മലപ്പുറം, വടയമ്പുലാക്കൽ അലി ഹസൻ മൗലവി തിരൂര്, പാലക്കവളപ്പിൽ പടിഞ്ഞാറെ ഒറ്റയിൽ ബാവ മൗലവി വടകര, തലശ്ശേരി പുതിയ വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ തൂണേരി, പാലോട്ട് മൂസക്കുട്ടി ഹാജി കണ്ണൂര്, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ വാഴക്കാട്, ഉദിനൂർ മായിങ്ങാന്റെ വീട്ടിൽ അബ്ദുറഹ്മാൻ മൗലവി ഫറൂഖ്, ഓവങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മലപ്പുറം, കൂരിമണ്ണിൽ പാറപ്പുറത്ത് ഉണ്ണീദ് മൗലവി മലപ്പുറം, കൂരിമണ്ണിൽ മമ്മുണ്ണി മൗലവി പൂക്കോട്ടൂര്, തെക്കരകത്ത് മുഹമ്മദ് കോയ മൗലവി കോഴിക്കോട്, അടക്കാനി വീട്ടിൽ മുഹമ്മദ് മൗലവി മൊല്ല കോഴിക്കോട്, കോയ വീട്ടിൽ സയ്യിദ് അഹമ്മദ് ഇമ്പിച്ചി കോയ തങ്ങൾ കോഴിക്കോട്, ഇടിയങ്ങരപ്പള്ളി വീട്ടിൽ കുഞ്ഞിക്കോയ മൊല്ല ഇടിയങ്ങര കോഴിക്കോട്, ഉമ്മാട്ട് മുങ്ങിക്കൽ അബ്ദുൽ അലി എന്ന കോമു മൗലവി പനത്തിൽ മുദരിസായിരുന്ന അദ്ദേഹം പരപ്പരങ്ങാടി, തങ്കയത്തിൽ കുഞ്ഞാപ്പ മൗലവി ചെറുതുരുത്തി, കരിമനക്കൽ അഹമ്മദ് മൗലവി മണ്ണാർക്കാട്, കൊല്ലോളി ചൊവ്വായൂരിക്കളത്തിൽ അബ്ദുൽ ഖാദർ മൗലവി കൊണ്ടോട്ടി, തൊണ്ടിക്കോടൻ കുഞ്ഞായൻ മൗലവി കോയപ്പ് കൊണ്ടോട്ടി, ഇടിയങ്കര പള്ളി വീട്ടിൽ അബൂക്കർ മൗലവി കൊണ്ടോട്ടി തുടങ്ങി സമസ്തയുടെ ഔദ്യോഗിക ഭാരവാഹികളും മുഷാവറ അംഗങ്ങളും അടങ്ങും 40 അംഗ പണ്ഡിത സഭയായിട്ടാണ് 1934 ഈ മഹത്തായ പ്രസ്ഥാനം ഔദ്യോഗികമായി കോഴിക്കോട് ജില്ലാ കളക്ടർ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതിന് സാക്ഷികളായി നിന്ന ആളുകൾ ഖാൻ സാഹിബ് വി ആറ്റക്കോയത്തങ്ങൾ പൊന്നാനിക്കാരനായ അദ്ദേഹവും മലപ്പുറം കാളിയായിരുന്ന ഖാൻ ബഹദൂർ OPM മുത്തുക്കോയത്തങ്ങളുമായിരുന്നു.
ഒരു മഹത്തായ സംവിധാനത്തിന്റെ ഔദ്യോഗികമായ നിയമപരമായ ഒരു തുടക്കമായിരുന്നു ഈ മഹത്തായ പ്രസ്ഥാനം. ഇന്ന് 90ന്റെ പടിവാതിൽ എത്തി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു എത്തിനോട്ടത്തിന്റെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത സെഷനിൽ നമുക്ക് അവതരിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.